എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മത്തി മുളക് കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കറിയാണ് ഇത്. കപ്പേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മത്തിക്കറി ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കുഞ്ഞൻ മത്തി നമ്മൾ മേടിക്കുമ്പോൾ തന്നെ മേടിച്ച പാട് തന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ ചെതുമ്പൽ, ഈ മേൽവശത്തുള്ള ചെതുമ്പലൊക്കെ വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെതുമ്പൽ കളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മത്തി നമുക്കറിയാം മറ്റുള്ള മീനുകളെക്കാട്ടിയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തി ഉപയോഗിച്ചിട്ടുള്ളൊരു കറി നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില, ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇഞ്ച് അളവിലുള്ള ഒരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു തക്കാളി ആണെങ്കിലും മതി കേട്ടോ. നമുക്ക് ചേർക്കുന്ന പുളി കുടംപുളിക്കൊക്കെ അനുസരിച്ച്, ചിലർക്ക് അത്യാവശ്യം പുളി വേണമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് കണ്ടോ, ഇതേ ചെറിയുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉള്ളീൻ്റെ അളവൊക്കെ നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് മതിയെങ്കിൽ അതുപോലെ കുറച്ച് ഉപയോഗിക്കുക കേട്ടോ. ഇത് ഇഞ്ചി ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഇതുപോലെ ഒന്ന് ചിരണ്ടി കളയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത്. കറിവേപ്പില പിന്നെ നമ്മുടെ വീട്ടിലുള്ള അത്ര വാശിയുണ്ടെങ്കിലും നമ്മൾ പുറമേ നിന്ന് മേടിച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമുളകാണെങ്കിലും അതിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച്, അതുവരെ നമ്മൾ ഉപയോഗിക്കുന്ന എത്രത്തോളം ചാറുണ്ട് അതിനനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടുകയും നമ്മളെ ആവശ്യത്തിന് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ അളവിലാണ് മത്തി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 8-9 പച്ചമുളക്, പിന്നെ ഞാൻ ഒരു തക്കാളി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുടംപുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു തക്കാളി യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 10 അല്ലി ചെറിയുള്ളി, ഒരു ഇഞ്ച് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളകൊക്കെ അരിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേ ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളുടെ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചതച്ച് ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഫ്ലേവർ നമ്മളുടെ കറിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചതയ്ക്കുന്നത്. ഞാൻ അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതലുള്ളത് നമ്മളിങ്ങനെ ചതച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടികല്ല്, ഇതുപോലത്തെ ഇടികല്ലൊക്കെ നമ്മളെ വീട്ടമ്മമാർക്ക് അറിയാം, വളരെ അത്യാവശ്യമാണ് നമ്മൾ അടുക്കളയിൽ അല്ലേ. എന്താ പറയുക, മിക്സി കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിതിൽ ഇടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ മൺചട്ടിയിൽ വെച്ച് വിറകടുപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ അടുപ്പ് നന്നായി കത്തിച്ച ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നാടൻ ഫിഷ് കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും, ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഒരു ഉലുവയും, അതായത് ഒരു 10-15 മണി തൊട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് മൊത്തം ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഈ എണ്ണയിൽ കിടന്ന് വഴണ്ട് വരണം. അതൊരു ഒരു ബ്രൗൺ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കളറായി വരുന്നത് വരെ വഴറ്റുമ്പോഴാണ് ആ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇട്ട പാട് തന്നെ അതിലേക്ക് മറ്റുള്ള പൊടികളോ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായി വന്നപ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, അതായത് ചുവന്ന ചെറിയുള്ളി ഒരു 10-12 ഉള്ളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മൾ എന്ത് കറി വെക്കുവാണെങ്കിൽ അത് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇത് എല്ലാം ഇങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ്
പാകത്തിന് മുരിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് ആ കറിക്ക് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതിപ്പോൾ വിറകൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ അത് വിറകടുപ്പിലാവുമ്പോൾ നമ്മൾ ഈ വെക്കുന്ന കറിക്കൊക്കെ ഒരു ഉഗ്രൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ സൗകര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്നാവും. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുക, നമ്മൾ ഗ്യാസിലൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ഇതിലില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തീ കുറയ്ക്കണമെങ്കിൽ 2 വിറകെടുത്ത് മാറ്റി അങ്ങനെ നമുക്ക് തീ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് അത്യാവശ്യമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിലേക്ക് നമ്മളിപ്പോൾ ഒരു 7-8 പച്ചമുളക്, അതൊക്കെ നമ്മൾ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുകയും എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു 8 പച്ചമുളകോളം ഒന്ന് നന്നായിട്ട് നടു കീറിയിട്ട് 2ആയി കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മുളകും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ അനുവദിക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമാണ് മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ഓരോന്നും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. മൂക്കാതെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കറീൻ്റെ ടേസ്റ്റിലും ആ ഒരു ഡിഫറൻസ് വരും. അത് വളരെ സമയമെടുത്ത് ചെയ്യുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. സമയമെടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇതേ നമ്മുടെ മുളകും എല്ലാം ഒന്ന് മൂത്തൊന്ന് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് അങ്ങനെ കരിയൊന്നുമില്ല. ചട്ടി അത്യാവശ്യം മൺചട്ടി അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് മുളകും ഉപ്പ് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തക്കാളി, ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചെങ്കിലും കുടംപുളിയും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 1 തക്കാളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ തക്കാളി ഒന്നുകിൽ നമ്മൾ ഉള്ളിയും മുളകും ഒക്കെ വഴറ്റി കഴിഞ്ഞ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മൂത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ പൊടി ചേർക്കുന്നതിൻ്റെ മുന്നേ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല കൂടുതലായിട്ട് എന്താ പറയുക, അതിന് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ അളവിലുണ്ടാവും മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂണ് അളവിൽ മുളക് പൊടിയല്ല, അത് നിറഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടുവല്ലോ, അത്രയാണ് അളവിലെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിലുണ്ടാവും കേട്ടോ അത്. ഇപ്പോൾ അതേ തക്കാളിയും കൂടി വഴണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത്. അല്ലെങ്കിൽ ഈ തക്കാളി ഇടുന്നതിൻ്റെ മുന്നേ പൊടി ചേർത്ത് പൊടി നന്നായി മൂപ്പിച്ചതിന് ശേഷം വേണമെങ്കിലും തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയിലെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് പോണ വരെ ഫ്രൈ ചെയ്തതിന് ശേഷമേ പൊടി ചേർക്കാൻ പാടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പൊടികൾ ചേർത്ത് അതൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മൾ പൊടികളും കൂടി ചേർത്ത് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുവരെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് തീ മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ നിന്ന്. തീ മാറ്റിയിട്ട് കാരണം ചെറിയ തീയിൽ എന്താണ് സമയമെടുത്ത് മാത്രമാണ് ഈ പൊടികൾ കുക്ക് ചെയ്താലാണ് അത് ആവശ്യത്തിനൊന്ന് റോസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് റോസ്റ്റായി കിട്ടട്ടെ. അതുവരെ നമുക്ക് ചട്ടിക്ക് അത്യാവശ്യം തന്നെ ചൂടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വിറക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ആളി കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മുടെ ഈ ഒരു പൊടി ഫ്രൈ ആയി കിട്ടുകയില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ഇത് 4 വശം കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ചട്ടിയിലായതുകൊണ്ട് തന്നെ വിറകടുപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിൽ പുക കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അങ്ങ് പുകഞ്ഞാൽ ആ കറിക്ക് മുഴുവനായിട്ട് ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ നമ്മൾ പൊടികൾ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ചാറിന് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. എന്നിട്ട് കറീൻ്റെ ചാറിന് എത്രത്തോളം ചാറ് വേണോ അത്ര അളവിൽ നമ്മൾ ആ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ കറികളിലേക്ക് എന്ത് കറി വെക്കുകയാണെങ്കിൽ ആ കറികളിലേക്ക് നമ്മൾ പിന്നെ എന്താ പറയുക പച്ചവെള്ളം ഡയറക്റ്റ് ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 4-5 തണ്ട് ചുള പുളി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ സമയം കുടംപുളി ചേർക്കാതെ വെക്കുന്നവരാണെങ്കിൽ പിഴിയുന്ന പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വളരെ കുറച്ച് ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചാറ് നമ്മൾ ഇതുവരെ മീൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ചാറ് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. ചിലരാണെങ്കിൽ ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൻ്റെ കൂടെ അപ്പം തന്നെ മീനിടുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഇടാറില്ല, മീൻ അതിൻ്റെ കൂടെ ഇടാറില്ല.
മീൻ ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് ആ ചാറിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ഉപ്പും മുളകും അതുപോലെ തന്നെ ആ പുളിയും എല്ലാം നന്നായിട്ടൊന്ന് ആ ഒരു ചാറിലേക്ക് അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ഊറി വരുമ്പോഴാണ് കുറച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചാറിലേക്ക് ഉപ്പും പുളിയും എല്ലാം പിടിക്കുക. ആ ഒരു ടൈമിൽ നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യുക. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, അത്യാവശ്യം കത്തുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 മിനിറ്റ്, ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് ആ ഒരു ചാറിലേക്ക്, എന്നിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ടോ. നമ്മളെപ്പോഴും നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലൊക്കെ ഒരു പടി മുകളിൽ നിൽക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ കറിയിലേക്ക് മീനും കൂടി ചേർക്കുമ്പോൾ അത് പാകമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച കറിയിലേക്ക് ഞാൻ മീനും കൂടി നന്നായിട്ട് കഴുകി വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ മത്തിയും കൂടി നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുള്ള ഈ ചാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒരുപാട്, ഞാനിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇളക്കുന്ന, വലിയ സ്പൂണുകളൊന്നും ഇട്ടിട്ട് ഒരുപാട് ഇളക്കൊന്നും ചെയ്യരുത്. അപ്പോഴത്തേക്ക് ഈ മീൻ ഒരുപാട് പൊടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. കഴിവതും ചട്ടി 2 സൈഡിലും തുണിയോ എന്തെങ്കിലും കൂട്ടി പിടിച്ചിട്ട് വളരെ സെക്യൂറായിട്ട് പിടിച്ചിട്ട് ചട്ടി ഒന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കറി ഇളകുകയും ചെയ്യും, മീനിനൊന്നും ഉടഞ്ഞൊന്നും പോകുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കുക. സ്പൂണിട്ട് ഒരുപാട് ഇളക്കരുത്. ഞാനിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് മാത്രമാണ് ഇളക്കിയത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന കറി നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മളെ പറമ്പിൽ പച്ചക്കുരുമുളകുണ്ട്. അപ്പോൾ പച്ചക്കുരുമുളകിൻ്റെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർക്കേണ്ട കറികളിലേക്ക് കുരുമുളക് ആവശ്യത്തിനുള്ള സമയത്ത് നമുക്ക് ഈ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കൊന്നിനും പകരം വയ്ക്കാൻ പറ്റില്ല, നമുക്കറിയാലോ. അപ്പോൾ വീടുകളിലൊക്കെ പച്ചക്കുരുമുളക് ഉള്ളവരൊക്കെ അത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് നമ്മുടെ കറിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് പച്ചക്കുരുമുളക് പറിച്ചു കൊണ്ടുവന്ന് അത് മുഴുവനും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതിൽ നിന്ന് നമ്മളൊരു 2 കുരുമുളകിൻ്റെ 2 തിരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ തിരിയോട് കൂടി ചതക്കരുത്. ആ ഒരു കുരുമുളക് ഉണ്ടായിട്ടുള്ള ആ ഒരു തണ്ടുണ്ടല്ലോ, ആ തണ്ടോട് കൂടി ചേർത്ത് ചതക്കരുത് കേട്ടോ. അപ്പോൾ കയ്പ്പ് രസം വരും. മുളകിൻ്റെ ഓരോ മണികളും എടുത്തതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ ഇടികളിലിട്ട് ചതച്ച് അത്യാവശ്യം കറി വെന്ത് വരുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ ആ പച്ചക്കുരുമുളക് ചതച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടി ചേർക്കുന്ന പോലെ ആണെന്ന് വിചാരിക്കരുത് കറീൻ്റെ ടേസ്റ്റ്. അത് പച്ചക്കുരുമുളക് ചതച്ച് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നന്നായി തിളച്ചു. ഒന്നും കൂടി തിളച്ച് പറ്റി കഴിയുമ്പോൾ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും വറുത്തിടുകയൊന്നും ചെയ്യുന്നില്ല. അതിന് ശേഷമാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ, അത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കടുക് പൊട്ടിച്ച് കറി വെക്കാൻ തുടങ്ങിയതെങ്കിലും എല്ലാം കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചക്കുരുമുളക് ചതച്ചിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നും പറയാനില്ല, ആ ഒരു പ്രത്യേക മണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളി മണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തി മുളക് ഇട്ടത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ താങ്ക് യു, ടാറ്റാ.